എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. തൃശ്ശൂർ ആറാട്ടുപുഴയിലാണ് വീട്. ഞാൻ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത സീനിയർ മാനേജറാണ്. 2004 ഗുരുബാബ ആശ്രമമായി ബന്ധപ്പെടുന്നത്. മൂത്ത മകന് പനി വന്ന് അടുത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവിടുന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. സത്യത്തിൽ ഞാനും ഭാര്യയും വളരെയധികം ഭയപ്പെടുകയുണ്ടായി. തൃശ്ശൂർ ബെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ നേരെ ഗുരുബാബ ആശ്രമത്തിലേക്ക് വന്നു. ഗുരുബാബയ്ക്ക് കത്തെഴുതി കൊടുത്തു. ഗുരുബാബ മറുപടി തന്നു, പേടിക്കാനില്ല, രക്ഷപ്പെടും. അതോടൊപ്പം തന്നെ അമാവാസ്യോപാസന തുടങ്ങാനുള്ള നിർദ്ദേശം തന്നു. 3 ദിവസത്തിൽ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോയി. അമാവാസ്യോപാസന തുടങ്ങി. വീട് പണിയെന്ന് വലിയൊരു സ്വപ്നമായിരുന്നു. കുറേ വർഷമായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു ആഗ്രഹമായിരുന്നു. ഒരു വർഷക്കാലം അമാവാസ്യോപാസന ചെയ്തതിന് ശേഷമാണ് വീട് പണിയായിട്ട് എഞ്ചിനീയർ 1600 സ്ക്വയർ ഫീറ്റ് പ്ലാൻ വെച്ച് തന്നു. അപ്പോൾ അത് ഞാൻ ഗുരുബാബയെ കാണിച്ചു. ഗുരുബാബ അപ്പോൾ അതിന് 2 വീടാക്കി. 1792 സ്ക്വയർ ഫീറ്റുള്ള 2 വീട്, താഴെ ഒരു വീട്, മുകളിലൊരു വീട്. വേണ്ടി വന്നാൽ 2 മക്കൾക്ക് 2 വീടായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വാടകയ്ക്ക് തുടങ്ങി കൊടുക്കാം. അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുകയും ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ നല്ലൊരു വീട് എനിക്ക് പണിയാൻ സാധിച്ചത്. പക്ഷേ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ശമ്പളം ലോൺ അടയ്ക്കാൻ മാത്രമേ ഉണ്ടായിരുന്നു. വീട് പണിക്ക് ബന്ധുക്കളിൽ നിന്നും ഗോൾഡ് പണയം വെച്ചൊക്കെ വായ്പ എടുത്തിട്ടാണ് വീട് പണി അവസാനിപ്പിച്ചത്. പക്ഷേ വീട് പണി കഴിഞ്ഞ് താമസിച്ച ശേഷം ജീവിതം മുന്നോട്ട് പോകാൻ വരുമാനമില്ല. അപ്പോൾ ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് നന്നായി കരഞ്ഞ് പ്രാർത്ഥിച്ചു, അവന് എന്തെങ്കിലും ഒരു അഡീഷണൽ വരുമാന മാർഗ്ഗം കൂടി ഉണ്ടാക്കണം. രാവിലെ എനിക്കൊരു 3-4 മണിക്കൂർ ഫ്രീ ഉണ്ട്. അപ്പോൾ രാത്രി ജോലി കഴിഞ്ഞ് വന്നാലും ഫ്രീ ഉണ്ട്. ആ സമയത്ത് എന്തെങ്കിലും ജോലി ചെയ്ത് എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പിന്നാലെ എൻ്റെ ബാൽക്കണിയിൽ ചിത്രശലഭം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു അനുകൂലമായിരുന്നത് നടക്കുമെന്നാണ്. ഞാൻ ജോലി ചെയ്യുന്ന ബാങ്കിൽ ഡോക്യുമെന്റേഷൻ വ്യക്തിയാണ് ചെയ്തിരുന്നത്. എൻ്റെ മകളുടെ കല്യാണമായിട്ട് അദ്ദേഹം പറ്റില്ല പറഞ്ഞ് തുടങ്ങിപ്പോയി. വേറെ പലരോടും ബാങ്ക് സമീപിച്ചെങ്കിലും അവരത് തയ്യാറായില്ല. കുറച്ച് റിസ്ക് ഉള്ള വർക്കാണ്. ഡോക്യുമെന്റേഷനിൽ തെറ്റുപെടാൻ പാടില്ല. എൻ്റെ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ മാനേജർ എന്നോട് നിർബന്ധിച്ചു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ തുടങ്ങി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് എനിക്ക് ജീവിച്ച് പോരാൻ സാധിച്ചു. ഈ ബാങ്കിന്റെ തന്നെ വേറെയും കുറച്ച് ബ്രാഞ്ചുകളിൽ വർക്ക് ലഭിച്ചിരുന്നു. 3 കമ്പ്യൂട്ടർ, 1 പ്രിന്റർ, UPS, അങ്ങനെ 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. 2014 ഘട്ടത്തിൽ ബ്രാഞ്ചിന്റെ വർക്ക് വേറൊരാൾക്ക് കൊടുത്തു. പ്രധാനമായിട്ട് ആ ബാങ്കിന്റെ വർക്ക് ലഭിച്ചിരുന്നത്. മറ്റുള്ള ബാങ്കുകളുടെ വർക്ക് അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ശമ്പളം കൊടുക്കണം, പിന്നെ മറ്റുള്ള ചെലവുകളുണ്ട്. ഞാൻ ആശ്രമത്തിൽ വന്നു. ഗുരുബാബയ്ക്ക് കത്തെഴുതി കൊടുത്തു. അപ്പോൾ ഗുരുബാബ എനിക്കൊരു ഇന്ദ്രനീലക്കല്ല് തന്നു. മടങ്ങി ചെന്നു, വീട്ടിൽ ചെന്ന് പിന്നാലെ തന്നെ എനിക്ക് ബാങ്കിൽ നിന്ന് കോൾ വന്നു, നിങ്ങൾ തന്നെ ആ വർക്ക് ചെയ്യണം. കൊടുത്തില്ല. അദ്ദേഹം ചെയ്തതിൽ കുറേ തെറ്റുകളുണ്ടായിരുന്നു. എനിക്ക് ആ വർക്ക് വീണ്ടും കിട്ടുകയുണ്ടായി. ജോലി സ്ഥലത്തും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം ഭഗവാൻ എൻ്റെ കൂടെ നിന്ന് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിട്ടയർ ചെയ്തു. 2 ജോലിക്കാരുണ്ട്. വരുമാനത്തിന്റെ ഈശ്വരവിഹിതം ആദ്യമൊക്കെ ഞാൻ പൈസ കിട്ടിയതിന് ശേഷം അടയ്ക്കാൻ മതിയാണ്. പക്ഷേ ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്നതിൽ ഇടയ്ക്ക് ചെറിയ മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ ആ വർക്ക് ഫുള്ളായിട്ടും വേറെ ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു വർക്ക് ലഭിച്ചാൽ അത് കിട്ടുന്ന വരുമാനം കണക്കാക്കി ആദ്യം തന്നെ അതിൻ്റെ 6.25% പൈസ ഞാൻ ഭഗവാന് ഒഴിഞ്ഞു വെച്ചതിന് ശേഷം വർക്ക് ചെയ്തു തുടങ്ങി. അതിനുശേഷം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തെറ്റൊന്നും സംഭവിക്കാറില്ല. ഇഷ്ടംപോലെ തർക്കമില്ലാതെ വർക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ശരിവിധ അടയ്ക്കുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായി പോകുന്നു. ഗുരുബാബ ഭക്തി മാർഗത്തിൽ പ്രധാനം ഉപവാസം എടുക്കുന്നത്. ഉപവാസം സംബന്ധിച്ച പുരാണങ്ങളിൽ ഒരുപാട് കാര്യങ്ങളെല്ലാം തപസ്സിലൂടെയാണ് നേടിയിട്ടുണ്ടാവുക. ഉപവാസ തരത്തിലുള്ള തപസ്സാണ്. പിന്നെ ഉപവാസം എടുക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടുള്ള 2-3 കാര്യങ്ങൾ എന്താ വെച്ചാൽ, എനിക്ക് ഉപവാസം എടുക്കുന്ന ദിവസത്തിൽ ആരോടും ശത്രുത ഉണ്ടാവാറില്ല. ഉപവാസം എടുക്കുമ്പോൾ തലവേദന ഉണ്ടാവാറില്ല. ഈ ചായയും കാപ്പിയും നിർത്തലാക്കി തലവേദന എടുക്കുന്നു. പിന്നെ അരയിൽ നനഞ്ഞ തുണി വെച്ചാൽ ക്ഷീണം തോന്നാറില്ല. അങ്ങനെ ഉപവാസം കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ട്. ഉപവാസം എടുത്ത് പിറ്റേ ദിവസം എന്ത് ശുഭകാര്യം ചെയ്യാൻ സാധിക്കാറുണ്ട്. അവർ ഗുരുബാബയ്ക്ക് ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായിട്ടും പാവപ്പെട്ടവർക്ക് പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും ഇതിൽ ഉപയോഗിക്കും. ആയതിനാൽ ഗുരുബാബയ്ക്ക് നമ്മൾ എന്തെങ്കിലും നൽകി കഴിഞ്ഞാൽ അതിന്റെ ബലം ഉടനെ ലഭിക്കും. ആ കാര്യം സംശയമില്ല. ഉപവാസം എടുക്കുക വഴി അവനവൻ ചെയ്തിട്ടുള്ള പാപകർമ്മത്തിന്റെ ഫലത്തെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. നമുക്ക് മുക്തി നേടണമെങ്കിൽ ഈ മനുസ്മൃതിയിൽ പോലും പറഞ്ഞിട്ടുള്ളത് ഉപവാസം അനുഷ്ഠിക്കാനാണ് പറയുന്നത്. ആയതിനാൽ ഗുരുബാബ ഭക്തിമാർഗം വളരെ ഉത്തമമാണ്. ഏത് പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രം പടിഞ്ഞാറേ നടയിൽ നിന്ന് മമ്മിയൂർ ക്ഷേത്രം വഴി പോകുന്ന മെയിൻ റോഡരികിലാണ് പ്രത്യക്ഷ ദൈവം ഗുരുബാബയുടെ സന്നിധാനവും അന്ത്യശരണം ദക്ഷിണേശ്വര ക്ഷേത്രവും. കൂടുതലറിയാൻ സന്ധ്യയ്ക്ക് 6 മണി മുതൽ രാത്രി 10 മണി വരെ വിളിക്കാം. 9495510111.